സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യം എന്താണ് എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വടക്കൻ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന മഴ ഇപ്പോൾ തെക്കൻ കേരളത്തിലേക്കും ഒപ്പം തന്നെ മധ്യ കേരളത്തിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല മധ്യ കേരളത്തിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് അല്ലേ? ശരിയാണ്. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു സ്ഥിതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എത്ര പെട്ടെന്നാണ് ഈ കാലാവസ്ഥയിലുള്ള ഒരു ട്വിസ്റ്റിംഗ്, ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ രണ്ടോ മൂന്നോ ദിവസം മുൻപ് വരെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളക്കെട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടും. പക്ഷേ ഒറ്റ മഴപ്പെയ്ത്തിൽ ഒറ്റ ദിവസം കൊണ്ടുള്ള ഒരു മഴയിൽ തന്നെ ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി, അത് നമ്മുടെ നാടിനൊരു പ്രത്യേകത തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മളിത് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നത് എത്ര പഠന നടത്തിലാണ് മനസ്സിലാവാൻ കഴിയുക എന്നത് മറ്റൊരു സുപ്രധാനമായ ചോദ്യമായി അവശേഷിക്കുകയുമാണ്. അതിപ്പോൾ കോഴിക്കോട് നിന്നൊരു വാർത്ത ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുകയാണ്. മുക്കം കൂടരഞ്ഞി റൂട്ട് കൽപ്പൂർ അങ്ങാടിയിലും റോഡിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അങ്ങനെ കോഴിക്കോടിന്റെ വിവിധ മേഖലകളിൽ മഴ അതിരൂക്ഷമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കെടുതിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുക്കം കൂടരഞ്ഞി കൽപ്പൂർ അങ്ങാടിയിലും ഒപ്പം തന്നെ റോഡുകളിൽ, ഈ മേഖലയിലെ റോഡുകളിലുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്നുള്ള വാർത്ത കൂടി പുറത്തു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി പ്രേക്ഷകരോട് പറയാനുള്ളത് അപ്പോൾ ഈ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ആ മേഖലയിലൂടെയുള്ള യാത്ര ഒഴിവാക്കുക എന്നുള്ളതാണ്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, അങ്ങനെ ഇപ്പോൾ മുക്കം കൂടരഞ്ഞി ഏരിയയിലൊക്കെ മഴ ശക്തമായി പെയ്യുകയാണെന്ന് തോന്നുന്നു. അവിടെ റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് യാത്രകൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. അത്യാവശ്യ യാത്രകളല്ലാതെ പുറത്തേക്ക് കാഴ്ചകൾ കാണാനും മറ്റും അനാവശ്യമായുള്ള യാത്രകൾ ഒഴിവാക്കുക. കാരണം പെട്ടെന്ന് പലയിടങ്ങളിലായി വെള്ളം കയറുകയാണ്. അങ്ങനെയാണ് മുക്കത്ത് മഴവെള്ളം കയറിയിരിക്കുന്നു. അവിടെ ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. അതായത് മുക്കം കൂടരഞ്ഞി റൂട്ടിലാണ് ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് വെള്ളം കയറിയത്. അവിടെ ഇപ്പം തോണിയിലൊക്കെ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ടൂ വീലറൊക്കെ ഉരുട്ടിക്കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സമീപകാലത്ത് സംഭവിച്ചത് മഴവെള്ളം ഉണ്ടാകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ റോഡിലും മറ്റു സ്ഥലങ്ങളിലും രൂപപ്പെടുന്നു. അതായത് കൃത്യമായി ഈ വെള്ളം ഒഴുകിപ്പോകുന്ന സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്. അത് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും സമാനമായ രീതിയിലാണ്. കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. പാലാഴിയിലെ വെള്ളക്കെട്ടിന്റെ കാര്യം നേരത്തെ അജി കുഞ്ഞുമോൻ പറഞ്ഞതാണ്. അതുപോലെ താമരശ്ശേരിയിലെ വെള്ളക്കെട്ടിന്റെ കാര്യം അനീഷ് പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കേരളത്തിൽ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളക്കെട്ടുണ്ടാവുകയും ഗതാഗത തടസ്സമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. സമീപകാലത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി കേരളത്തിൽ വന്നു തുടങ്ങിയത്. മഴ ഉടനെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യം. ഏതായാലും ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മുക്കത്ത് റോഡിലൂടെ തോണിയിലൂടെ ആൾക്കാർ പോകുന്ന കാഴ്ചയാണ്. അതായത് ആ രീതിയിലേക്ക് വെള്ളം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങോട്ടേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആ മേഖലയിലേക്ക് ആരും പോകാതിരിക്കുകയാണ് വേണ്ടത് ഈ ഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ ഈ കക്കയം ഡാമിലെ ബ്ലൂ അലേർട്ട് അത് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ ഷട്ടർ തുറക്കേണ്ട സ്ഥിതി ഉണ്ടോ? കക്കയത്ത് നേരത്തെ ജലനിരപ്പ് വളരെ കുറവായിരുന്നു. അതായത് റെക്കോർഡ് ജലനിരപ്പ് കുറവായിരുന്നു ഈ വർഷം കണ്ടത്. പക്ഷേ എന്നാൽ ഇപ്പോൾ 755.50 മീറ്റർ ഉയരത്തിലേക്ക് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അല്പം മുൻപ് ബ്ലൂ അലർട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മാത്രവുമല്ല, ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അവിടെയുള്ള സൈറൺ ടെസ്റ്റ് 4:20 നടത്തിക്കഴിഞ്ഞു. കരിയാത്തമ്പാറയിലെ സൈറൺ ടെസ്റ്റാണ് നടത്തിയത്. കാരണം ഇനിയും ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ കക്കയം ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ കക്കയം ഡാമിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ജനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരമൊരു ഘട്ടത്തിലേക്ക് മഴ കൂടുകയാണെങ്കിൽ മാത്രമേ പോവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ബ്ലൂ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും മഴ തുടർന്നാൽ സ്വാഭാവികമായും റെഡ് അലർട്ടിലേക്ക് പോകും. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ ഷട്ടർ ഉയർത്തേണ്ടി വരും. ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അത് ചാലിയാറ് വരെ ഇങ്ങോട്ടേക്കുള്ള ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. പ്രജിൻ. ശരി, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.